ചെമ്പനീർ പൂവ് ആളിക്കത്തുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ചന്ദ്രമതി അറിയുന്നു നമ്മുടെ ശ്രുതിയുടെ മൊത്തം കള്ളത്തരമാണെന്നും ശ്രുതിയുടെ ആരും തന്നെ മലേഷ്യയിൽ പോയിട്ട് എവിടെയും ഇല്ലെന്നും അച്ഛൻ മരിച്ചു എന്നുള്ളൊരു വിവരവും ഒക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത്. നമ്മുടെ ചന്ദ്രമതി അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ മെക്കിട്ട് കയറുന്നതും ശ്രുതിയോട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ആ കലിയടങ്ങാതെ നിൽക്കുന്ന ചന്ദ്രമതിയുമാട്ടോ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ തിരി നമ്മുടെ ശ്രുതിയുടെ അവസ്ഥ? രേവതിയെ പോലെ ഇട്ട് കഷ്ടപ്പെടുത്തുമോ നമ്മുടെ ശ്രുതിയെ? മാത്രം ഇട്ട് കഷ്ടപ്പെടുത്താൻ സാധ്യതയില്ല. കാരണം ശ്രുതിയുടെ ഭാര്യയാണല്ലോ, നമ്മുടെ സച്ചിയുടെ ഭാര്യ ആയതുകൊണ്ടുമാണ് നമ്മുടെ രേവതി അത്രയ്ക്കിട്ട് പീഡിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതിയോട് എങ്ങനെയായിരിക്കും നമ്മുടെ ചന്ദ്രമതി ഇനി പെരുമാറാൻ പോകുന്നത്? ഇത്രയും പൈസ അതിന് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും? ഇതൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണേണ്ട രംഗങ്ങളാട്ടോ. അപ്പൊ എന്തായാലും ചന്ദ്രമതി സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ചന്ദ്രമതി ആകെപ്പാടെ ഷോക്കിലുമാണ്. ഇത്ര നാളും പൈസക്കാരിയാണല്ലോ എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ ശ്രുതിയെ പൂജിച്ചുകൊണ്ട് നടന്നത്. ഇനി നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു ഭാവമാറ്റം ശ്രുതി കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.